ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്ത് വിശ്വാസികളുടെ പ്രതിഷേധം. തിരുവനന്തപുരം പാളയം സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളി ഇടവകയിലെ വിശ്വാസികളാണ് പ്രതിഷേധിക്കുന്നത്. ഇടവക പൊതുയോഗം വിളിക്കുക, പള്ളി പുതുക്കി പണിയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. സനോജ് ചേരുന്നുണ്ട്. സനോജ്, ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണോ? വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? സിന്ധൂരി, ഇപ്പോഴും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെയാണ് ഈ വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഓർത്തഡോക്സ് സഭാ ആസ്ഥാനമായിട്ടുള്ള കോട്ടയം ദേവലോകത്തെ അരമനയ്ക്ക് മുമ്പിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയപ്പെടുന്നത് ഇടവകയുടെ പൊതുയോഗം വിളിക്കുക, പള്ളി പുതുക്കി പണിയുക, ഇടവകയുടെ കണക്കുകൾ പ്രസിദ്ധീകരിക്കുക, ഇടവക വസ്തുക്കളിന്മേലുള്ള കയ്യേറ്റം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. സഭാ ആസ്ഥാനത്ത് ഇന്ന് സഭയുടെ സിനഡ് നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് എന്നതും ഏറെ പ്രധാനമാണ്. തിരുവനന്തപുരം പാളയം സെന്റ് ജോർജ് കത്തീഡ്രൽ ഇടവകയിലെ വിശ്വാസികളാണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്. സിന്ധൂരി, സനോജ്, ഇപ്പോൾ എന്തായാലും ഈ ഒരു പ്രതിഷേധം അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിനോട് ഈ ഒരു കത്തീഡ്രൽ പള്ളിയിലെ ഇടവക പ്രതിനിധികൾ അവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഈ വിശ്വാസികളോട് അവരുടെ പ്രതികരണം എങ്ങനെയാണ്? അവർ പ്രതികരിച്ചിരുന്നു. അവരുടെ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും സഭയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി രംഗത്ത് വരാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഇന്ന് സഭയുടെ സിനഡ് ഇവിടെ നടക്കുകയാണ്. ഈ സിനഡ് നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരം പ്രതിഷേധം നടക്കുന്നത് എന്നതും അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രതിഷേധവുമായി ഇവർ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ സഭ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിന്ധൂരി, ശരി സനോജ്. ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്താണ് വിശ്വാസികളുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.